ശൈലജ ടീച്ചർ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ? സ്വർണക്കൊളയിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ കെ ശൈലജ ടീച്ചറെ നിയോഗിച്ചിരിക്കുകയാണ് CPM. തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുഖ്യമന്ത്രി മുഖമായി ശൈലജ മാറുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് നിയമസഭയ്ക്ക് മുമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശൈലജയെ നിയോഗിച്ചതിനെ CPMന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. സാധാരണ സഭ സ്തംഭിപ്പിച്ച ശേഷം പുറത്തെത്തി മാധ്യമങ്ങളോട് സംസാരിക്കാറുള്ളത് പ്രതിപക്ഷമാണ്. ഇന്ന് അവരെ കടത്തിവെട്ടി ആദ്യം മാധ്യമങ്ങളെ കണ്ടത് ഭരണപക്ഷമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത ഈ കാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത് കെ ശൈലജ ടീച്ചറാണ്. MV ഗോവിന്ദൻ ഉൾപ്പെടെ CPMലെയും ഘടകകക്ഷികളിലെയും സീനിയർ MLAമാർ ഉള്ളപ്പോഴാണ് ശൈലജയുടെ കടന്നുവരവ്. കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ച ശൈലജ നോട്ടീസ് പോലും നൽകാതെ ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. LDFലെ എല്ലാ ഘടകകക്ഷികളിലെയും MLAമാർ ശൈലജയ്ക്കൊപ്പം അണിനിരന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയിരുന്നു. CPMകാർ ഒരേ സ്വരത്തിൽ ഇത് പറയുന്നുമുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി കെ ശൈലജയുടെ പേര് ഉയർത്തിക്കാട്ടാനുള്ള ഒരുക്കം ആരംഭിച്ചതിന്റെ സൂചനയായി വേണം ഇന്നത്തെ ഈ നീക്കത്തെ കരുതാൻ. CPMൽ ഇത്തവണ ടൈം വ്യവസ്ഥ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്താണ് ശൈലജയെ ഉയർത്തിക്കാട്ടിയുള്ള ഭരണപക്ഷ നീക്കം. MV ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ പിണറായി കൂടി മത്സരിക്കാതിരിക്കുകയും ശൈലജ മത്സരിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നതിന് വേറെ വിശദീകരണം വേണ്ടിവരില്ല എന്നാണ് CPM കേന്ദ്രങ്ങൾ കരുതുന്നത്. മുൻകാലങ്ങളിൽ KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ ഇവരൊക്കെ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രചരണം ഉണ്ടായെങ്കിലും അത് യാഥാർത്ഥ്യം ആയില്ല. ഭരണപക്ഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സഭയ്ക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷം പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ അസാധാരണ നടപടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായാണ് ഭരണപക്ഷം പുറത്തെത്തി മാധ്യമങ്ങളെ കാണുന്നതെന്നും അടുത്ത 5 വർഷത്തേക്കുള്ള റിഹേഴ്സലായി ഇതിനെ കാണുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിക്കുകയും ചെയ്തു. എന്തായാലും CPMനുള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിൽ നിന്ന് ബാറ്റൺ ആര് കൈമാറും? ആ നേതാവ് ബാറ്റൺ ആർക്ക് കൊടുക്കും? അതാണ് ചർച്ചാ വിഷയം. പിണറായിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ LDFനെ നയിക്കുകയും ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന സാഹചര്യം ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ LDFന്റെ ഈ അപ്രതീക്ഷിത നീക്കം ചൂണ്ടിക്കാട്ടുന്നത്. ശൈലജ ടീച്ചർ LDFനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്നു. ശൈലജ ടീച്ചറിലൂടെ കേരളത്തിൽ ആദ്യത്തെ CPM വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുള്ള ചർച്ച. പിണറായി വിജയന് പ്രായം 80 കഴിഞ്ഞു. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ അവശനുമാണ്. എങ്കിലും പിണറായി വിജയൻ തന്നെ CPMനെ നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജനറൽ സെക്രട്ടറി MA ബേബി അത് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ശൈലജ ടീച്ചർക്ക് CPM പതിവിൽ കവിഞ്ഞ പിന്തുണ നൽകുന്നു. ശൈലജ ടീച്ചറുടെ ക്ലീൻ ഇമേജ്, മുമ്പ് ആരോഗ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ക്ലീൻ ഇമേജ്, അത്
കൃത്യമായി പ്രയോഗിക്കാനാണ് CPM-ന്റെ നീക്കം. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ അവർക്ക് നൽകാൻ സാധിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ അടക്കമുള്ളവർ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ. ബിജു കൃഷ്ണൻ കേരളത്തിൽ മത്സരിക്കുന്നത് സുരക്ഷിത മണ്ഡലത്തിലായിരിക്കും എന്നുള്ള വാർത്തകളും പുറത്ത് വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ശൈലജ ടീച്ചർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. പ്രതിപക്ഷം മനസ്സിൽ കണ്ടത് ഭരണപക്ഷം മരത്തിൽ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും CPM-ൽ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശുന്നു. ഇതുവരെ CPM പ്രവർത്തിച്ചതും CPM-നെ നയിച്ചതും പിണറായി വിജയനാണ്. പിണറായി വിജയൻ CPM-നെ 2 ദശാബ്ദത്തിലേറെയായി നയിക്കുന്നു. അവിടെ നിന്ന് ശൈലജ ടീച്ചർക്ക് ബാറ്റൺ കൈമാറുകയാണോ പിണറായി വിജയൻ? അത് ഇനിയുള്ള ദിവസങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കും.